ആരിഫ് ഹുസൈൻ ചോദിച്ചോളൂ. അല്ല, ഇവിടെ നമ്മള് സത്യത്തിൽ ഇവിടെ ശശി തരൂർ പറഞ്ഞ പോയിന്റാണ് ഇവിടെ വീണ്ടും പ്രസക്തമാകുന്നത്. അതായത് ഈ ഫാമിലി ആ ഒരു ലീനിയേജ് അവകാശപ്പെട്ടുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന എല്ലാ മണ്ടത്തരങ്ങൾക്കും അതൊരു കവറായിട്ട് മാറ്റുന്ന ഒരു പ്രവണതയാണ് ഇപ്പൊ വീണ്ടും ഇവിടെ റജീം പറയുന്നത്. അപ്പൊ എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, ഈ ഒരു സംഗതി തിരിച്ചറിഞ്ഞതുകൊണ്ടാണോ രാഹുൽ ഗാന്ധി കല്യാണം കഴിക്കാതെ നടക്കുന്നത്? ഇതാണ് എന്റെ സംശയം. കാരണം ഇങ്ങനെ ഈ മുതുമുത്തച്ഛൻ ഇങ്ങനെ പോയി ഇത് ഈ ഫാമിലിയിൽ തളച്ചിടപ്പെടുന്നു എന്നൊരു വലിയ പ്രശ്നം ഇത് നിങ്ങളെക്കാൾ കൂടുതൽ തിരിച്ചറിഞ്ഞ വ്യക്തി എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധിയെ. അപ്പൊ അത് എനിക്ക് തോന്നുന്നു ഈ ഘട്ടത്തിൽ നമ്മൾ രാഹുൽ ഗാന്ധിയെ അഭിനന്ദിക്കുകയാണ് വേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹം കല്യാണം കഴിക്കാതെ നടക്കുന്നതിന്റെ കാരണം ഒരു കുട്ടി ഉണ്ടാകാതെ നോക്കുക എന്നതായിരിക്കണമെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഒന്നത്. രണ്ട്, നിങ്ങൾ എന്തെല്ലാം മണ്ടത്തരം ചെയ്താലും, നിങ്ങളുടെ മുത്തച്ഛൻ ഇനി വലിയ IAS ഓഫീസർ ആയാലും ശരി, വലിയ സ്വാതന്ത്ര്യ സമര സേനാനി ആണെങ്കിലും ശരി, നിങ്ങൾ പറയുന്ന മണ്ടത്തരം അത് മണ്ടത്തരം തന്നെയാണ്. അത് മണ്ടത്തരം പറഞ്ഞതിനെ വെളുപ്പിക്കാനുള്ള ഒരു സംഭവമേ അല്ല. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഈ പറയുന്നത് നിങ്ങൾ വളച്ചൊടിച്ചു എന്നുള്ളത് ശരി, വാദത്തിന് നമ്മൾ അങ്ങ് സമ്മതിക്കുകയാണ്. മൂന്നാമത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്, വാദത്തിന് വേണ്ടി നമ്മൾ സമ്മതിക്കുന്നു, വളച്ചൊടിച്ചതാണ്. പക്ഷെ പഹൽഗാം അറ്റാക്ക് ഇവിടെ ഉണ്ടാകുന്ന സമയത്ത് അത് ഇസ്ലാമിക ഭീകരവാദികളാണത് ചെയ്യുന്നത് എന്ന് പറയാതിരിക്കാൻ അവിടെ എന്താണ് ഈ പറയുന്ന വളച്ചൊടിക്കൽ? പറയാതിരുന്നതിനെ കുറിച്ചാണല്ലോ നമ്മൾ പറയുന്നത്, പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അവിടെ വളച്ചൊടിക്കൽ വരുന്നില്ല. എന്തുകൊണ്ട് നിങ്ങൾക്ക് അതൊരു ഇസ്ലാമിക ഭീകരത ആണ് എന്ന് പറയാൻ പറ്റാത്ത? അതിനെക്കുറിച്ച് പോസ്റ്റ് ഇടുമ്പോൾ അത് പറഞ്ഞ മുസ്ലിങ്ങൾക്ക് വേദനിക്കും എന്ന് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നതല്ല, ചിന്തിപ്പിക്കുന്നത് എന്താണ്? ഇതേ നമ്മൾ ചോദിക്കുന്നുള്ളൂ. ഇത് സത്യത്തിൽ ഒരു പ്രീണനം തന്നെയല്ലേ? ഇത് എന്തിനും ഏതിലും. ഇനി ഒരു കാര്യം കൂടി, നാലാമത്തെ കാര്യം ഞാൻ ചോദിക്കുന്നത് ഇതാണ്. അതായത് ഇവിടെ നിങ്ങൾ പറഞ്ഞു, ഇവിടെ രാഹുൽ ഗാന്ധി പറയുന്നത് നിങ്ങൾ കേട്ട് കാണും, ഈ നിങ്ങൾ ലിസ്റ്റ് എടുക്കും, അതിനകത്ത് എത്ര ദളിതരുണ്ട് എത്ര ബ്രാഹ്മണനുണ്ട് എന്നുള്ളത്. അടിസ്ഥാനപരമായിട്ടൊരു പ്രശ്നം, ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ വരുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നാണ്. മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് ഉദ്യോഗസ്ഥരുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ബാങ്ക് ഉദ്യോഗസ്ഥരായിട്ടുള്ള മുസ്ലിങ്ങളുടെ എണ്ണം വളരെ കുറവായിരിക്കും. അതിന്റെ കാരണം എന്താ? കാരണം നമുക്ക് ഈ പറയുന്ന ബാങ്കിൽ ജോലി എടുക്കുക എന്ന് പറയുന്നത് ഹറാമാണ്. അപ്പോൾ നമ്മൾ ഈ സാധനം ജോലി എടുക്കില്ല. എന്നാൽ കള്ളു കുടിക്കുന്ന മുസ്ലിങ്ങൾ ഉള്ളതുപോലെ ബാങ്കിൽ ജോലി എടുക്കുന്ന മുസ്ലിങ്ങളുണ്ട്. എന്തുകൊണ്ടാണ്? അവർ ആ മതത്തെ മാറ്റി വെച്ചിട്ട് ജോലിക്ക് പോയതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളൊരു ഡിസ്പാരിറ്റി കാണുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓൾവേസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്ന ഒരു അന്ധവിശ്വാസം നിങ്ങൾക്കുണ്ട്. അതാദ്യം നിങ്ങൾ മാറ്റൂ. ഡിസ്പാരിറ്റി ഈസ് നോട്ട് ഓൾവേസ് ഡിസ്ക്രിമിനേഷൻ. അവരുടെ ഇൻട്രസ്റ്റ്, അവരുടെ റീച്ച്, അവരുടെ എക്സ്പോഷർ, ഇതെല്ലാം അതിനകത്ത് ഘടകങ്ങളാണ്. ഇതൊന്നും മനസ്സിലാക്കാതെ ഒരു 5ാം ക്ലാസ്സിലെ കുട്ടിക്ക് പോലും പറയാൻ അറിയുന്ന മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സാധനം ഈ പറയുന്ന ഇത്രയും വലിയ ഒരു പ്രതിപക്ഷ നേതാവിന് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ, എന്നിട്ട് അതിനെക്കുറിച്ച് മണ്ടത്തരമാണെന്ന് നമ്മൾ പറയുമ്പോൾ, അത് മുത്തച്ഛൻ വലിയ രാജ്യസ്നേഹിയായിരുന്നു അതുകൊണ്ട് അതൊക്കെ അനുവദിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇച്ചിരി പാടാണെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അത് മാത്രമല്ല, ഞങ്ങളെ ചീഫ് എഡിറ്ററോടാണ് ഈ ആന്റണി ജോസഫ് കൃത്യമായി തന്നെ മനസ്സ് തുറന്നത്. അപ്പോൾ ശ്രീ പ്രദീപ് പിള്ള അത് എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട്. കാരണം ഞങ്ങൾക്ക് ആരെയും താറടിക്കാനോ ആരെയും പുകഴ്ത്താനോ ഒന്നുമല്ല, സത്യം ജനങ്ങൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഇത്രയും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ കോൺഗ്രസ് മൗനം പാലിച്ചതെന്നും മണിപ്പൂർ വിഷയത്തിൽ ഇല്ലാത്ത കഥ പച്ചക്കള്ളം പോലെ പ്രചരിപ്പിച്ചത് എന്തിനായിരുന്നു എന്ന ചോദ്യമൊക്കെ ജനങ്ങൾ അറിയട്ടെ. അതിനുവേണ്ടിയാണ് ഈ വാക്കുകൾ കൃത്യമായി തന്നെ പൊതുസമൂഹത്തിന് മുമ്പാകെ ഞങ്ങൾ ടീം ജനം ഇങ്ങനെ തുറന്നു കാണിക്കുന്നത്. അതിലൊരു കാര്യം കൂടി ആഡ് ചെയ്യട്ടെ, ഒറ്റ ചെറിയ കാര്യം. അതായത് ഇപ്പോൾ ഈ പറയുന്ന ഈ മണിപ്പൂർ വിഷയത്തിൽ ഇവർ മനഃപൂർവ്വം വളച്ചൊടിച്ച പോലെ തന്നെ മനഃപൂർവ്വം വളച്ചൊടിച്ച മറ്റൊരു വിഷയമുണ്ട്. അത് ഇവിടുത്തെ പൗരത്വ ഭേദഗതി വിഷയമാണ്. അതായത് പൗരത്വ ഭേദഗതി വിഷയത്തിൽ മുസ്ലിങ്ങളെ പുറത്താക്കും എന്ന് പറയുന്ന ഒരു തെറ്റിദ്ധാരണ ഇവിടെ സൃഷ്ടിക്കുന്നതിൽ മുൻപന്തിയിൽ നിന്ന ആളുകളാണ് ഇവിടുത്തെ കോൺഗ്രസ്. ഇവിടെ ഏതെങ്കിലും മുസ്ലിമിനെ ഇവിടുന്ന് പുറത്താക്കിയോ? ഞാനും ഒരു മുസ്ലിമായിട്ട് ജനിച്ച ആളാണ്. ഇവിടെ നമ്മളെ വീട്ടിൽ നിന്നോ നമ്മുടെ കുടുംബത്തിലോ എനിക്ക് അറിയുന്ന ആളുകൾ ഇവിടെ പല രാജ്യത്തും പല സംസ്ഥാനങ്ങളിലും ജീവിക്കുന്നുണ്ട്. ഒരാളെയും ഇവിടെ പുറത്താക്കിയതിന് ഒരു തെളിവ് പോലും ഇല്ല. അപ്പൊ നിങ്ങൾ ഇത് എന്തിനാണ് ഇങ്ങനെ ഒരു സാധനം കൊണ്ടുവന്നത്? ഇതിന്റെ യാഥാർത്ഥ്യം നിങ്ങൾ എന്തിനാണ് ആളുകളിൽ നിന്ന് മറച്ചു വെക്കാൻ പ്രേരിപ്പിച്ചതും അതിന്റെ പേരിലുള്ള ആ ഒരു അന്തരീക്ഷത്തെ മുതലെടുക്കാനുള്ള അവസരം BJPക്ക് ഇട്ടുകൊടുത്തത് നിങ്ങൾ തന്നെയല്ലേ? എന്നിട്ട് നിങ്ങൾ കടന്നിട്ട് നിലവിളിച്ചിട്ട് കാര്യമുണ്ടോ? ഇനി അതേപോലെ നിങ്ങൾ ചെയ്ത മറ്റൊരു വിഷയം, സത്യത്തിൽ ഇവിടെ പ്രശ്നമാകുന്ന ഒരു വിഷയമാണ് ഈ PM ശ്രീ പദ്ധതി. അവിടെ യഥാർത്ഥത്തിൽ ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരായതുകൊണ്ട് മാത്രം ഇന്ന് അവർക്ക് അതിൽ സത്യം പറയേണ്ടി വന്നു. കാരണം എന്താണ്? അതിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഹിന്ദുത്വവൽക്കരണമൊന്നും അതിനകത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയൊന്നും ഇല്ല. ഇവിടുത്തെ സ്റ്റേറ്റിനനുസരിച്ചിട്ട് അതിന്റെ ഫ്ലേവർ ഇതിനകത്ത് ചേർക്കാമെന്ന് പച്ചയ്ക്ക് അതിനകത്ത് എഴുതി വെച്ചിട്ടുള്ളപ്പോൾ പിന്നെ നിങ്ങൾ ഈ പറയുന്ന ഭീതി വ്യാപാരം അതിനകത്ത് നടക്കാതെ പോയി, പ്രത്യേകിച്ച് കാശിന്റെ ആവശ്യമുള്ളതുകൊണ്ട്. അല്ലായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലും ഇതേപോലെ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചാണ്. അപ്പൊ ഞാൻ വീണ്ടും അതിൽ ചോദിക്കുന്ന ഇതാണ്, നിങ്ങൾ എന്തിനാണ് ഇതുപോലുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന അവസ്ഥ? മണിപ്പൂർ വിഷയത്തിൽ എന്താണ് വർഗീയത എന്ന് നിങ്ങൾ എന്തിനാ പറയാതിരിക്കുന്നത്? അതുപോലെ ഈ പഹൽഗാം വിഷയത്തിലുള്ള യാഥാർത്ഥ്യം അത് ഇസ്ലാമിക ഭീകരതയാണ് എന്ന് നിങ്ങൾ പറയാതിരിക്കുന്നത് എന്തിനാണ്? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്.